ഇതാ പേരാമ്പ്രയുടെ ഒറ്റ പേര് എന്നാ പിന്നെ അത് വീഡിയോ എടുക്കണ്ടില്ലേ. ഇതാ രമേശുണ്ട്. അപ്പം എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. ാണെന്ന് അവര് പറഞ്ഞത്. കമീല ജേക്കബ് അറിഞ്ഞപ്പോ സങ്കടം വരും. അപ്പൊ ഇനി കരയില്ല. അറിഞ്ഞപ്പോ സങ്കടം വരും. ഇവിടെ വീട് എവിടെയാ? വീട് എറണാകുളം. ഇവിടെ കൊറേ അമ്മമാരുണ്ട്. അമ്മ എന്താ പേരെന്താ? വീടെന്ത് പേര് ഷാഫി പറമ്പിലും അതുപോലെ ഫാത്തിമ തഹ്ലിയയും ഓണാശംസകൾ പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കുരു പൊട്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ടല്ലോ, കുരു പൊട്ടിയിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഷാഫി ഇന്ന് നിബിദിനം കൂടെ ഉണ്ട്, അത് നിങ്ങൾ മറക്കല്ല്, നിബിദിനാശംസകൾ നിങ്ങൾ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു കമൻറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിബിദിനാശംസകൾ നിങ്ങൾ പറയാത്തത് സംഖ്യകളുടെ ഓണമായിട്ട് സംഖ്യകളുടെ ഇഷ്ടം നഷ്ടപ്പെടുമെന്ന് പേടിച്ചില്ലേ നിങ്ങൾ പറയാത്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിരവധി കമൻറ്റുകളാണ്. എനിക്കൊന്നേ പറയാം, എല്ലാ മതത്തിലും ഈ പറഞ്ഞിട്ടുള്ളതുപോലെ വർഗീയത കൊണ്ട് കിടക്കുന്ന ആളുകളുണ്ട്. ഒരു മതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിലുള്ള ആളുകളുമുണ്ട് വർഗീയത കൊണ്ട് കിടക്കുന്ന. എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഈ നിങ്ങൾ എത്ര വർഗീയത കൊണ്ട് നടന്നാലും നിങ്ങളൊക്കെ ഒരു അപകടത്തിൽപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചൂരൽമലയിൽ നമ്മൾ കണ്ടതാണ്, അതുപോലൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യനെന്നോ ഒന്നും ജാതി മത വ്യത്യാസമില്ലാതെയാണ് എല്ലാ ആളുകളെയും എല്ലാവരും രക്ഷപ്പെടുത്താനായിട്ട് ഓടിയതും അതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. അതുപോലെ അവിടെ അടക്കം ചെയ്ത ആളുകളെ ഇന്ന മതത്തിലുള്ള ആളുകളാണ് പോലും ഒന്നും തിരിച്ചറിയാതെയാണ് എല്ലാവരെയും ഒരേ മണ്ണിൽ അടക്കം ചെയ്തത്. എല്ലാ മതക്കാരെയും ഒരുമിച്ചാണ് അടക്കം ചെയ്തത്. അപ്പോൾ ഇവിടെ ഷാഫി പറമ്പിൽ ഇട്ട ഒരു എല്ലാ കേരളത്തിലെ എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ട് ഒരു ഓണാശംസ നേർന്നുകൊണ്ട് ഇട്ടതിന് അതുപോലും വിവാദമാക്കുന്ന ആളുകളുണ്ട്. എന്തായാലും ഞാനൊരു വീഡിയോ കൂടെ വെച്ച് തരാം. അതിനുശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഓണം ആഘോഷം അല്ലെങ്കിൽ പെരുന്നാൾ ഇതൊക്കെ ആഘോഷിച്ച് നല്ല രീതിയിൽ നല്ല ആഹാരങ്ങൾ കഴിക്കുന്ന സമയത്ത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ ഹിന്ദു മതത്തിൽപ്പെട്ടതും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടതും മുസ്ലിം മതത്തിൽപ്പെട്ട ഇതുമായിട്ടുള്ള ഒരുപാട് അമ്മമാരും ഒരുപാട് ആളുകളും ഒരുപാട് അനാഥാലയങ്ങളിലും ഒരുപാട് വൃദ്ധസദനങ്ങളിലും മക്കൾ പോലും തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ ബന്ധക്കാരും കുടുംബക്കാരും പോലും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നിടത്ത് അവിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പോയി അവരെയൊക്കെ ഉണ്ടല്ലോ ജാതി മത വ്യത്യാസം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ആ ഒരു ഓണസമ്മാനം ആ ഒരു സ്നേഹ സമ്മാനം കൊടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. ഈ വർഗീയത കൊണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിലൊക്കെ ഈ കുത്തിത്തിരിപ്പും വർഗീയതയും കൊണ്ട് കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ കാണുകയും ചിന്തിക്കുകയും ചെയ്യണം. ഞാനിവിടെ ഇനി ഷാഫി പറമ്പിൽ ഇന്ന് ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലും സുഹൃത്തുക്കളും എല്ലാം കൂടെ ചേർന്നിട്ട് ഫാത്തിമ തഹ്ലിയ പേരാമ്പ്ര MLA ഫാത്തിമ തഹ്ലിയ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഓണാശംസകൾ പറയുന്ന ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതസൗഹാർദ്ദങ്ങൾ കൂടിയാണ്. അതുപോലെ നമ്മൾ പറയുമല്ലോ, ഇപ്പം ഒരാളിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണം ഇപ്പം ഒരാൾക്കൊരു ഓണാഘോഷം വിഷ് ചെയ്തെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു പെരുന്നാളിന് ഒരു വിഷു കൊടുത്തെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ക്രിസ്മസിന് ഒരു വിഷു കൊടുത്തെന്ന് പറഞ്ഞിട്ടോ അതൊന്നും വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം. ഒരു മതത്തിലുള്ള ആളുകളും ഓണം ആഘോഷിക്കണം അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കണം ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് ബലാത്കാരമായിട്ട് ആരെയും പിടിച്ചുകൊണ്ട് പോകുന്നില്ല. അവരവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ആഘോഷത്തിൽ പങ്കെടുക്കാം, ഇഷ്ടമില്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാം. ഇപ്പം ഞാൻ ഒരു രീതിയിൽ ഇതിനെ കാണുന്നുള്ളൂ. ഇതൊക്കെ നമ്മളെ സൗഹാർദ്ദങ്ങൾ കൂട്ടി ഇണക്കുക. ഇപ്പം രാഷ്ട്രീയ അതുപോലെ മതരാഷ്ട്രീയ വിവേചനമൊന്നുമില്ലാതെ നിറത്തിൻ്റെ പേരിലും അതുപോലെ കളറിൻ്റെ പേരിലൊക്കെ വിവേചനം നടന്നിട്ടുള്ള നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. കളറിൻ്റെ പേരിൽ പോലും നിറത്തിൻ്റെ പേരിൽ പോലും മാറ്റി നിർത്തപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു എന്നല്ലേ. അപ്പം ഇതിനെല്ലാം മറികടന്നിട്ട് ഒത്തൊരുമയോട് കൂടി ഇനി അതൊരു സന്തോഷത്തിൻ്റെ ഒരു ഇതായിട്ട് തന്നെ എല്ലാവരും ചേർത്ത് പിടിക്കുക. ആ ഒരു കൺസെപ്റ്റാണ് എൻ്റെത്. അപ്പം ആഘോഷങ്ങളിൽ ആഘോഷിക്കേണ്ടവർ ആഘോഷിച്ചു, അല്ലാത്തവർ മാറി നിന്നു. ആരെയും ബലാത്കാരമായിട്ട് ആരും ആഘോഷിക്കേണ്ടെന്നോ അല്ലെങ്കിൽ ആഘോഷിക്കണമെന്നും പറയുന്നില്ല. അതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള സാഹോദര്യത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എടുത്താൽ പോരെ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് ഷാഫി പറമ്പിലെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതങ്ങനെയാണ് തോന്നിയത്. കാരണം ഇതിനകത്തും വർഗീയത ഇന്ന് നിബിദിനം ആയതുകൊണ്ട് ഷാഫി പറമ്പിൽ
അത് മാറ്റി വെച്ചിട്ട് ഓണാഘോഷം മാത്രം പറഞ്ഞത് എന്തുകൊണ്ട്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളുടെ കുറേ സപ്പോർട്ട് ഷാഫിക്ക് കിട്ടും, നബിദിനാഘോഷം കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഷാഫിക്ക് സപ്പോർട്ട് കുറഞ്ഞു പോകുന്നൊക്കെ ഇങ്ങനെയുള്ളൊരു ചോദ്യങ്ങളുണ്ടല്ലോ. എന്തിനാണ് സുഹൃത്തുക്കളെ ഇങ്ങനെ ചുമ്മാ അനാവശ്യമായിട്ട്? ഇപ്പം കേരളത്തിൽ തന്നെ ഹിന്ദു മതത്തിലുള്ള ആളുകൾ തന്നെ ഓണം ആഘോഷിക്കാത്ത എത്ര ആളുകളുണ്ട്? അതുപോലെ മുസ്ലിം സമുദായത്തിൽ തന്നെ നബിദിനം ആഘോഷിക്കാത്ത എത്ര ആളുകളുണ്ട് അല്ലേ? അങ്ങനെ എല്ലാ മതത്തിലും ഉണ്ട്. അതുപോലെ ക്രിസ്ത്യൻസ് തന്നെ അവരെ ഓരോ ആചാരങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്താഗതിയുള്ള ആളുകളും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഇത്ര വിഷയമാക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഷാഫി പറമ്പിൽ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ സൗഹൃദങ്ങളൊക്കെ ചേർന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊന്ന് കണ്ടുപോകെ. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹത്തിന്റെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും ഒരുമിച്ച് അതിജീവിക്കാൻ കഴിയാവുന്ന മനോഹരമായിട്ടുള്ളൊരു ഓണവും അതിന്റെ എല്ലാ സ്നേഹാശംസകളും നേരെയാണ്. ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട റസാഖ് മാഷ് ഇവിടെ ഉണ്ട്. നമ്മുടെ DCC പ്രസിഡന്റ് കൊയിലാണ്ടിയുടെ പ്രിയപ്പെട്ട MLA പ്രവീൺ കുമാർ, അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന നടുവത്തൂരിലെ ക്ഷേത്രക്കുളത്തിന്റെ പരിസരത്താണ് ഞങ്ങളിപ്പോൾ എല്ലാവരും ഉള്ളത്. പ്രിയപ്പെട്ട പാറക്കൽ ഇപ്പം വലിയ സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ 2.5 കൊല്ലം കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കാൻ. സൂരജ് ഉണ്ട്, നമ്മുടെ അഭിജിത്ത് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹോസ്റ്റ് ചെയ്യുന്ന ആളിതാണ്. ഉച്ചക്കാവുമ്പോ സദ്യ തരേണ്ടി വരുന്ന വിചാരിച്ചിട്ട് രാവിലെ തന്നെ വിളിച്ചിട്ട് 2 ഇഡ്ഡലിയും തന്നിട്ട് പറഞ്ഞേക്കുള്ള പരിപാടിയാണ്. സൗത്തിന്റെ സ്വന്തം MLA ഇവിടെ ഉണ്ട്. ഇതാ പേരാമ്പ്രയുടെ ഒറ്റ പേര്. അതെ, എന്നാ പിന്നെ അത് വീഡിയോ എടുക്കണ്ടില്ലേ? ഇതാ രമേശി ഉണ്ട്. അപ്പം എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു കുളമാണ്. അതിന്റെ പരിസരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാ വിഷുവിനും ഓണത്തിനൊക്കെ ഇവിടെ വരാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ എല്ലാ വടകരക്കാരൊന്ന് പ്രത്യേകം പറഞ്ഞോട്ടെ, എല്ലാ വടകരക്കാർക്കും പ്രത്യേക ഓണാശംസകൾ. അപ്പൊ കോഴിക്കോട്ടെ ബാക്കി ആൾക്കാർ രണ്ടാളും പിന്നെ 3 ആളും പ്രതികരിച്ചിട്ടുണ്ട്. അടുത്ത ഓണത്തിന്റെ ഇവന്റെ കൂടെ ഒരാളും കൂടെ ആക്കാൻ പറ്റുമോ നോക്കണം. കല്യാണം ഒന്നും കഴിക്കാതെ സുഖമായിട്ട് നടക്കുക. അപ്പം ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇവിടെ അനേക ആളുകൾ ഒരു ഹാപ്പി ഓണം പറഞ്ഞ എല്ലാവരും. നിയാസ് വക്കീലേ, ഹാപ്പി ഓണം. മാഷ അവക്കവിടെ സുനന്ദ, നീ എന്താ ഒളിച്ചു വെക്കുന്നു? ഇവിടെ വാ. അവിടെ എന്താ വെള്ളം ഉണ്ടോ മുമ്പില്? അബുക്ക ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും ഓണാശംസകൾ. പ്രവീണന്റെ കുടുംബം ഉണ്ട്, എല്ലാവരുടെയും ഓണാശംസകൾ. ഈ കാഴ്ച ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ഈ കുളം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് തവണ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകം കാണിക്കുകയാണ്. ഇങ്ങനെ തന്നെ കയറാം. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പാലക്കാട്ടുകാർക്കും പ്രത്യേക ഓണാശംസകൾ. കുറ്റ്യാടിക്കാർക്ക് പറയുന്നു. കുറ്റ്യാടിക്കാർക്ക് എല്ലാവർക്കും എന്റെ ഓണാഘോഷം ഉണ്ടായിരുന്നു 22-ന്. അതുപോലെ ഇവിടെ ഇന്ന് ഷാഫിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഗംഭീരമായി ഓണം ആഘോഷിക്കുകയാണ്. അപ്പം എല്ലാവർക്കും മാഷെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ വടകരയും കോഴിക്കോടും കുറ്റ്യാടി പാലക്കാട് അങ്ങനെയൊന്നും മാത്രമല്ല, അത് കോഴിക്കോട് കൂടിയാണ്. അപ്പൊ കോഴിക്കോട് ജില്ലയിലാണല്ലോ ഈ. അപ്പൊ അതുകൊണ്ട് കോഴിക്കോട് എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും മുഴുവൻ മലയാളികൾക്കും വളരെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. ഹാപ്പി ഓണം. ഹോസ്റ്റ് MLA കേട്ടോ, പേരാമ്പ്രയുടെ MLA. ഓക്കെ, കണ്ടല്ലോ. ഇതിൽ നിന്നൊക്കെ എനിക്ക് പറയാനുള്ളത് മതവും രാഷ്ട്രീയവും അതുപോലെ ഇതൊക്കെ ഏതാണെങ്കിലും മനുഷ്യരെല്ലാവരും ഒന്നാന്നുള്ളൊരു ചിന്താഗതി കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനപ്പുറം വലുതായിട്ടൊന്നും തന്നെ നേടാൻ സാധിക്കത്തില്ല. കാരണം എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുവാണെങ്കിൽ ഇതുപോലെ എന്ത് ആപത്ത് സമയത്തും നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് പോകാൻ. ഇപ്പം തന്നെ നമ്മളൊരു കടയിൽ കയറി ആ കട ഹിന്ദുവിൻ്റെ ആണോ മുസ്ലിമിൻ്റെ ആണോ ക്രിസ്ത്യൻ്റെ ആണോ എന്ന് അന്വേഷിച്ചിട്ടാണോ നമ്മൾ അവിടെ നിന്ന് സാധനം മേടിക്കുന്നത്. ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അത് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം അവരുടെ കൈവച്ചുണ്ടാക്കിയ ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത്? അപ്പോൾ അവിടെയൊന്നും നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ല. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ വരുന്ന സമയത്താണ് ഇത് ആളുകൾക്ക് കുരുപൊട്ടുന്നത്, ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ എവിടെയും പോയി കണ്ടതും കടിച്ചതൊക്കെ മേടിച്ച് പല മതസ്ഥരുടെ കടയിൽ നിന്നൊക്കെ മേടിച്ച് തിന്നുന്നതിനൊന്നും വേറൊരു കുഴപ്പമില്ല. ഇതുപോലുള്ള സംഭവങ്ങളും ആഘോഷങ്ങൾ വരുമ്പോഴാണ് അവിടെ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകളുമായിട്ട് കുറേ ആളുകൾ വരുന്നത്. ഇനി ഞാൻ ഇവിടെ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. ആ വീഡിയോക്കകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെയും ഈ അമ്മമാരൊക്കെ കിടക്കുന്ന സ്ഥലത്ത് പല മതത്തിലുള്ള ആളുകളുണ്ട്, പല മതത്തിലുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ. അപ്പോൾ അവരെയൊക്കെ ഉണ്ടല്ലോ, എല്ലാവരെയും ഒരേ രീതിയിലാണ് മുഖ്യമന്ത്രി VD സതീശനും ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ
നീ ഇന്ന മതത്തിലുള്ള അല്ലെങ്കിൽ നീ ഇന്ന രാഷ്ട്രീയത്തിലുള്ള ആൾ അല്ലെങ്കിൽ നീ ഇടതുപക്ഷം, നീ BJP ആണ്, നീ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നൊന്നും പറഞ്ഞൊന്നും മാറ്റി നിർത്തില്ല. എല്ലാവർക്കും തുല്യതയോടുകൂടിയാണ് അവിടെ ആ സ്നേഹ സമ്മാനം നൽകുന്നതും ആ ഒരു മുഖ്യമന്ത്രി വിഷ് ചെയ്യുന്നതും അല്ലേ ഓണത്തിന്. എന്തായാലും ഞാൻ അതും കൂടെ വെച്ച് തരാം, നിങ്ങൾ അതൊന്നും കൂടെ ഒന്ന് കണ്ടു നോക്കേ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. കാരണം ഞാൻ ഈ പറഞ്ഞ വർഗീയത സപ്പോർട്ട് ചെയ്യാത്ത ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യണം. കാരണം 10 പേരിലേക്ക് വീഡിയോ എത്തണമെങ്കിൽ ഇതുപോലുള്ള നല്ല കാരണം ആളുകൾക്ക് ചിന്തിക്കാവുന്ന ടൈപ്പിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഒരു 10 പേരിലെങ്കിലും എത്തണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കേ. എറണാകുളം വടക്കുംപുറം SMMI കോൺവെന്റിനോട് ചേർന്നിട്ടുള്ള ഓർഫനേജിലെ അമ്മമാർക്കൊപ്പമാണ് നമ്മളുള്ളത്. ഈ അമ്മമാർക്ക് നൽകിയ വാക്ക് മുഖ്യമന്ത്രി VD സതീശൻ പാലിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഈ അമ്മമാരെ കാണാൻ, അതായത് മുഖ്യമന്ത്രി ആവുമ്പോൾ എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ന് ഓണത്തോടനുബന്ധിച്ച് ഈ അമ്മമാർക്കെല്ലാം ഓണക്കോടി നൽകാനായി അദ്ദേഹം എത്തിയിരിക്കുകയാണ്. വലിയ സന്തോഷത്തിലാണ് ഈ അമ്മമാരുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ടോ? ഒത്തിരി സന്തോഷം. മുഖ്യമന്ത്രി ഇതിനു മുന്നേയും ഇവിടെ എത്തിയിട്ടില്ലേ? ഞാൻ അന്നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇത് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു 2 പ്രാവശ്യം. പക്ഷെ ഞാൻ വന്നിട്ട് 2 മാസം കഴിഞ്ഞേ ഉള്ളു. ഇപ്പൊ ഓണമാണ്, അപ്പൊ ഓണക്കോടിയൊക്കെ കിട്ടി. എന്താണെന്നൊക്കെ തുറന്നു നോക്കിയോ? തുറന്നു നോക്കി. എന്താ ഉള്ളത്? നൈറ്റിയൊക്കെ ഇടാറുണ്ട്. ഞാൻ നൈറ്റി ഇടാറുണ്ട്, വീട്ടിലൊക്കെ ഇടാറുണ്ട്. പള്ളിയിൽ പോകുന്നു. ഇന്ന് ഞങ്ങൾ പള്ളിയിൽ പോകുമായിരുന്നു. പള്ളിയിൽ അന്നേരം സാരി കൊടുത്തത്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? സന്തോഷം കൊണ്ടാണോ? ഒരുപാട് സന്തോഷമല്ലേ ഓണമായി? നേരത്തെ ഇവിടെ മുഖ്യമന്ത്രി വരാറുണ്ട്. മുഖ്യമന്ത്രി ആകണേക്കാട്ടി മുമ്പ് പ്രതിപക്ഷ നേതാവ് അപ്പോൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ട്, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് ആകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങൾ സാറ് ഞങ്ങൾ പ്രാർത്ഥിച്ച ഒത്തിരി സാറിൻ്റെ ദൈവാനുഗ്രഹിക്കട്ടെ, സാറ് മുഖ്യമന്ത്രിയായിട്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന കർത്താവ് കേട്ട് സന്തോഷത്തോടെ ഇരിക്കും. നല്ലൊരു ഓണമാണ്. അപ്പൊ ഇനി കരയിലോ പറഞ്ഞപ്പോ സങ്കടം വരും. ഇവിടെ വീട് എവിടെയാ? വീട് എറണാകുളം. ഇവിടെ കൊറേ അമ്മമാരുണ്ട്. അമ്മ എന്താ പേരെന്താ? ഇടന്ത്. പേര് പേര് കമീല ജേക്കബ്. ഓണമായിട്ട് എല്ലാരും ഭയങ്കര സന്തോഷമാണോ? സന്തോഷം. അമ്മയുടെ പേരെന്താ? മോളി. ഈ മുഖ്യമന്ത്രി എത്തിയപ്പോ ഒരുപാട് സന്തോഷം തോന്നി. എന്താ തോന്നിയത്? മുഖ്യമന്ത്രി ഓണക്കോടിയൊക്കെ തന്നു. എന്താന്നൊക്കെ തുറന്നു നോക്കിയോ? നൈറ്റി ആണെന്ന് അവര് പറഞ്ഞത്. അമ്മയ്ക്ക് നൈറ്റി ആണോ? എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. മുഖ്യമന്ത്രി ആയിരിക്കുന്നത്, അതായത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ VD സതീശൻ ഇവിടെ എത്തിയതാണ്. അദ്ദേഹം ഈ അമ്മമാരെയൊക്കെ കാണാൻ എത്തിയിരുന്നു. ഈ അമ്മ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? സന്തോഷമല്ലേ ഓണക്കോടിയൊക്കെ കിട്ടിയപ്പോ? ഇവിടെ നമുക്ക് സിസ്റ്റർ ഉണ്ട്. ഇവരോടല്ല, അതായത് മൂന്നാമത്തെ തവണയാണ് മുഖ്യമന്ത്രി, അതായത് VD സതീശൻ ഇവിടെ എത്തുന്നത്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് 2 തവണ എത്തിയിട്ടുള്ളത്. സിസ്റ്റർ, മുഖ്യമന്ത്രി ഇപ്പോൾ വാക്ക് പാലിച്ചിരിക്കുകയാണ്. CM ആയിട്ട് ഇവിടെ തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നേ, അതുപോലെ വന്നു. ഈ അമ്മമാരൊക്കെ അതായത് മുഖ്യമന്ത്രിയെ കാത്തിരിക്കുമായിരുന്നു? അതെ, കാത്തിരിക്കുമായിരുന്നു. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, സാർ എന്നാ വരണമെന്ന് ചോദിക്കാറുണ്ട്. കൂടെ കിട്ടിയപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഇവരൊക്കെ ഇവിടെ തന്നെ, അതായത് ഈ ഒരു എറണാകുളം ഭാഗത്തുള്ള, ഇവിടെ തന്നെ ഈ അടുത്തുള്ള സ്ഥലങ്ങളിലുള്ളവർ തന്നെയാണ്. എങ്ങനെയാണ് ഓണായിട്ട് ഇവർക്ക് എന്താണ് ഒരു സ്പെഷ്യൽ? ഇപ്പൊ മുഖ്യമന്ത്രി കാണാനെത്തി, ഇനി എന്താണ് ഇവർക്ക് ഒരുക്കിയിട്ടുള്ളത്? ഇവർക്ക് ഇന്നിപ്പോൾ അവർക്ക് ഓണക്കോടി കിട്ടി, വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഒരുപാട് സ്പോൺസേഴ്സ് ഒക്കെ കിട്ടാറുണ്ട്. വലിയ സന്തോഷത്തിലാണ് ഓണത്തോടനുബന്ധിച്ച് ഈ അമ്മമാരെല്ലാവരും ഉള്ളത്. നമുക്ക് ഇവരുടെ മുഖത്തു നിന്നൊക്കെ കാണാം. മുഖ്യമന്ത്രിയാണ് നേരിട്ടെത്തി ഓണക്കോടി നൽകിയിട്ടുള്ളത്. പറയുന്ന പോലെ മുന്നേ നൽകിയ വാക്കുകളൊക്കെ പാലിച്ചാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വരവിനെ ഇവരെല്ലാവരും വലിയ സന്തോഷത്തോടെ കാത്തിരുന്നത്. അതോടുവിൽ അദ്ദേഹം പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്താല്ലേ, കണ്ണിന് കുളിർമയേകുന്ന സന്തോഷം നിറഞ്ഞൊരു കാഴ്ച തന്നെയാണ് ഇതിലൂടെ കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വഴിയായിട്ട് പിന്നെ വരാം.